ഹലോ കിസാൻ ബ്ലോസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ തഞ്ചാവൂരിൽ നിന്ന് നമ്മൾ ചെന്നൈയിലോട്ട് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോവുകയാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ചെന്നൈയിലോട്ട് പോകുന്ന കാഴ്ചകളാണ്. ഇവിടെ ക്ലോക്ക് റൂമുണ്ട്. ഇവിടെ നമ്മൾ 25 രൂപയ്ക്ക് നമ്മുടെ ബാഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാഗ് കളക്ട് ചെയ്യുന്നതാണ്. പിന്നെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള റൂമുണ്ട്. ഒരു AC റൂമാണ്. ഇവിടെ നമ്മളൊരു 100 രൂപ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 8 മണിക്കൂർ നമുക്കിവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. തൽക്കാലം അവിടെ ഒരു റൂം എടുത്തു. കാരണം എൻ്റെ ട്രെയിൻ വരാൻ വേണ്ടി ഇനിയും ഡിലേ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ റൂം എടുത്തിട്ട് വെളിയിലിറങ്ങി ഇവിടെ നിന്ന് ഞാൻ ഒരു മസാല ദോശ വാങ്ങിച്ച് കഴിച്ചു. ഇത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. നമ്മൾ ആ ട്രെയിനാണെങ്കിൽ വരാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ ഒരു കറക്റ്റ് 11:30 ആയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ 3AC ഇവിടെ നിന്ന് പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് ചെന്നൈ വരെയാണ് പോകുന്നത്. ഒരു 6 മണിക്കൂറുള്ള ട്രാവലുണ്ട്. അങ്ങനെ നമ്മൾ ആ സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ തഞ്ചാവൂർ ചെന്നൈയിലോട്ടുള്ള പോകുന്ന ട്രെയിനിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പോകാനുള്ള സീറ്റ്. D41 ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി 6 മണിക്കൂർ നമ്മൾ ഇവിടെ നിന്ന് ഇനി ചെന്നൈയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ 6 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ എത്തുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇവിടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെന്നൈയിൽ നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, വസന്ത് ഭവൻ. ഇവിടെ നിന്ന് ഞാനൊരു ഇഡലിയും ഉഴുന്നോടെയും വാങ്ങിച്ച് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കയറി. കാരണം ഇവിടെ നിന്ന് നമുക്കിനി മെട്രോ സർവീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ നമുക്കിവിടെ മെട്രോ സർവീസ് ഉണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് എങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ബോർഡിൽ കാണാവുന്നതാണ്. ആ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഈ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമുക്കിവിടെ മെട്രോ സർവീസൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രം കൊച്ചിയിലൊക്കെ ഇതേപോലെ മെട്രോ സർവീസൊക്കെ ഇനിയും നല്ല രീതിയിൽ ആക്റ്റീവ് ചെയ്ത് കൊണ്ടുവന്നാൽ തന്നെ നല്ലൊരു രീതിയിൽ ഉപയോഗപ്പെടുന്നതായിരിക്കും. കാരണം ഇവിടെ അത്രയും നല്ല കിടിലൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അവർ ആൾക്കാർ തന്നെ പറഞ്ഞ് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമ്മൾ ഏതാ ആപ്പിൽ കയറി നമുക്ക് ഈ QR കോഡ് വെച്ചിട്ട് നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്യാനും അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് ഇടവിട്ട് ഇവിടെ നിന്ന് മെട്രോ സർവീസ് അവൈലബിൾ ആണ്. ചെന്നൈ എഗ്മോറിൽ നിന്ന് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ പോകേണ്ടത് ഞാനിപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ചെന്നൈ ആ ഒരു ബീച്ചിലേക്കാണ്, മറൈൻ ബീച്ചിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് മെട്രോ സർവീസ് എടുത്തത് ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്നുള്ള ഒരു മെട്രോ അവിടെ ഇറങ്ങാനാണ് ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇനി അങ്ങോട്ട് നമ്മുടെ ഗവൺമെൻറ് എസ്റ്റേറ്റ് ആ മെട്രോ വരെ അവിടെ നിന്ന് ഞാൻ പിന്നെ മറൈൻ ബീച്ചും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ചെന്നൈയിലെ മെയിനായിട്ടുള്ള കുറേ ഹൈലൈറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും വരും വീഡിയോസിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോ അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിനി അടുത്ത് ചെന്നൈയിലെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഇതേപോലെ ട്രാൻസ്പോർട്ടേഷനൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ പോയിട്ട് വരാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.